നമസ്കാരം. മോദി കാട്ടക്കലിപ്പിൽ ട്രംപിന് അടി ഉറപ്പ്. ട്രംപിനെ വരച്ച വരയിൽ നിർത്തുകയാണ് മോദി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇതുമായിട്ട് സംബന്ധിച്ച് രാജ്യത്ത് കടുത്ത പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തലുകൾ മോദി സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രാജ്യത്ത് മോദി അമേരിക്കയുടെ മുമ്പിൽ കീഴടങ്ങി എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അത് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടെയാണ് നാടകീയമായിട്ട് ട്രംപിന്റെ ചുങ്കയുദ്ധം റദ്ദ് ചെയ്തുകൊണ്ട് അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. ഇവിടെ ബേസ് റേറ്റ് ആയിട്ടുള്ള 10% മുതൽ ശത്രുക്കൾക്ക് ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന 200% വരെയുള്ള സകല പിഴച്ചുങ്കവും നിയമവിരുദ്ധമാണ് എന്നും അതിനുള്ള അവകാശം അമേരിക്കൻ പ്രസിഡന്റിന് ഇല്ല എന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിക്കുന്ന രീതിയിൽ ട്രംപ് നടത്തിയ പരാമർശം വലിയ വിവാദമായി. അതോടുകൂടി വ്യാപാര കരാർ തന്നെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. തൽക്കാലം ഇന്ത്യ US ചർച്ചകൾ നിർത്തിവെക്കുവാനും കാര്യങ്ങൾ കലങ്ങി തെളിയുന്നതുവരെ കാത്തിരിക്കാനുമാണ് ഇന്ത്യയുടെ തീരുമാനം എന്ന് പറയപ്പെടുന്നത്. 24-ാം തീയതി അമേരിക്കയിലേക്ക് പോകാനിരുന്ന ഇന്ത്യൻ പ്രതിനിധി ആ പ്രതിനിധി സംഘത്തിന്റെ യാത്ര റദ്ദ് ചെയ്യുവാനാണ് സാധ്യത. ട്രംപിന്റെ നിലപാട് കാരണം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ തന്നെ ചിലപ്പോൾ നീണ്ടുപോകുവാനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാലം അത്രയും സാമർഥ്യം കാട്ടി US-നെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും വ്യാപാര കരാറോടെ അത് അവസാനിപ്പിച്ചു എന്നുമാണ് ട്രംപ് ഒടുവിൽ അവകാശപ്പെട്ടത്. US സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ഇന്ത്യയുമായി ഉണ്ടാക്കിയ വ്യാപാര കരാറിന് എന്തു സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോഴായിരുന്നു അതേപടി തുടരുമെന്ന് പറഞ്ഞ ട്രംപ് വിവാദ പരാമർശം നടത്തിയത്. US-ന് തീരുവ ചുമത്തുകയും ഇന്ത്യക്ക് തീരുവ ഇല്ലാതിരിക്കുകയും ചെയ്ത സാഹചര്യം കീഴ്മേൽ മറിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറിൽ മാറ്റമൊന്നുമില്ല എന്നും ഇന്ത്യക്ക് തീരുവയുണ്ടാകും, US-ന് തീരുവയുണ്ടാകില്ല. നേരത്തെ ഇത് തിരിച്ചായിരുന്നു. അതായത് പ്രധാനമന്ത്രി മോദി വളരെ മാന്യമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നും വലിയ മനുഷ്യനാണ് അദ്ദേഹമെന്നും, പക്ഷെ US-ന്റെ അടുത്ത് വലിയ സാമർഥ്യം കാട്ടി ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇന്ത്യയുമായി കരാറുണ്ടാക്കി ഇപ്പോഴാണ് കൃത്യമായിട്ടുള്ള ഒരു നയവും ന്യായവും നടപ്പായതെന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നത് ഇന്ത്യ കബളിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുവെന്നാണ്. അതിനകത്ത് മോദിയുടെ ഇടപെടലുകളെ കുറിച്ചാണ്. അങ്ങനെ മോദിയോടത്തുള്ള ഇത്തരത്തിലുള്ള പരാമർശം എന്ന് പറയപ്പെടുന്നത് സത്യത്തിൽ ഇന്ത്യക്ക് അഭിമാനക്ഷതം ഉണ്ടാക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്രയും കാലം, നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അത് അവർ നിർത്തുകയായിരുന്നു എന്നും കഴിഞ്ഞ 25,000 ആളുകൾ വീതം മരിച്ചുകൊണ്ടിരിക്കുന്ന യുക്രൈനിലെ യുദ്ധം താൻ അവസാനിപ്പിക്കുകയായിരുന്നു ഒക്കെ അവകാശപ്പെടുന്ന ട്രംപ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ലോകത്തിനോട് നടത്തുന്ന ഇത്തരത്തിലുള്ള വിഡ്ഢിക്കഥകൾ അത് അവർ മനസ്സിലാക്കുമായിരിക്കും, പക്ഷെ ഇന്ത്യയോട് താങ്കൾ കുറച്ചുകൂടി മാന്യമായി സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള അടി താങ്കൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിയത് താനാണ് എന്നുള്ള അവകാശവാദം വീണ്ടും വീണ്ടും ട്രംപ് ആവർത്തിക്കുന്നതും യുദ്ധം അവസാനിപ്പിച്ചതിലൂടെ 3.5 കോടി ജനങ്ങളുടെ ജീവനാണ് താൻ രക്ഷിച്ചത് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തപ്പോൾ ഇവിടെ തീരുവ 200% ആക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് അത് സാധിച്ചത് എന്നുള്ള ട്രംപിന്റെ അവകാശവാദമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. സുപ്രീം കോടതി വിധിക്ക് ശേഷം ട്രംപ് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇന്ത്യയെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ വളരെ നിശിതമായിട്ട് വിമർശിക്കുകയും അപമാനിക്കുന്ന രീതിയിലുമാണ് സംസാരിച്ചത്. അപ്പോൾ വിവാദ പരാമർശങ്ങൾ കടുത്ത അതൃപ്തിയിലാണ് കേന്ദ്ര സർക്കാർ. ട്രംപിന്റെ പരാമർശങ്ങൾ വീണ്ടും വീണ്ടും വിവാദമായതോടുകൂടി വ്യാപാര കരാർ തന്നെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അധികാരമേറ്റ 1 വർഷത്തോളം തന്റെ അധിക നികുതി ഭീഷണിയിലൂടെ രാജ്യാന്തര വിപണികളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സുപ്രീം കോടതി വിധി എന്ന് പറയപ്പെടുന്ന കനത്ത പ്രഹരമാണ്. എന്നാൽ വ്യാപാര യുദ്ധത്തിന്റെ അടുത്ത സീസൺ തുടങ്ങാനാണ് ട്രംപിന്റെ തീരുമാനം എന്ന് പറയപ്പെടുന്നത്. ഇതോടെ പല രാജ്യങ്ങളുമായിട്ടും ഇപ്പോൾ US ധാരണയിലെത്തിയ വ്യാപാര കരാറുകളും അനിശ്ചിതത്വത്തിലാണ്. ഇന്ത്യക്ക് 18% തീരുവയാണ് വ്യാപാര കരാറിൽ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ഇത് വെറും 3% മാറുകയാണ്. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ പ്രഖ്യാപനം വന്നതോടെ ഇത് 15%. ഈ സാഹചര്യത്തിൽ US-ഉമായിട്ടുള്ള വ്യാപാര കരാർ വ്യവസ്ഥകൾ ഇന്ത്യ നീക്കുപോക്കിന് ശ്രമിക്കുകയാണ് എന്നുള്ള വാദവും ശക്തമാകുകയാണ്. കാരണം 18% തീരുവ സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ, അതായത് അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെയാണത് 3% മാറിയത്. എന്നിട്ട് പോലും ട്രംപിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അത് 15% ഇന്ത്യക്കുള്ള തീരുവ മാറ്റുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യാപാര കരാറുമായി മുന്നോട്ട് പോകുവാൻ ഒരു രാജ്യവും തയ്യാറാകില്ല എന്നുള്ളതാണ്. ഇവിടെ US-ഉമായുള്ള വ്യാപാര കരാറിലെ തുടർ ചർച്ചകൾക്കായിട്ട് ഇന്ത്യയുടെ ചീഫ് നെഗോഷിയേറ്റർ ദർബൺ ജെയിനും സംഘവും ഒക്കെ അമേരിക്കയിലേക്ക് പോകില്ല എന്നുള്ള വാർത്ത അത് പുറത്തു വരികയാണ്. കാരണം നാളെ മുതൽ നടക്കാനിരുന്ന അല്ലെങ്കിൽ നാളെ മുതൽ തുടങ്ങാനിരുന്ന ചർച്ചകൾ ഇപ്പോൾ ഇരു വിഭാഗവും റദ്ദാക്കിയിരിക്കുകയാണ്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പുതിയ നീക്കങ്ങൾ വിലയിരുത്തിയ ശേഷമായിരിക്കും ഇനി തുടർ ചർച്ചകൾ നടക്കാൻ പോകുന്നത്. 2 രാജ്യങ്ങൾക്കും സൗകര്യപ്രദമായിട്ടുള്ള മറ്റൊരു രീതിയിലേക്കും മറ്റൊരു തീയതിയിലേക്കും ചർച്ചകൾ മാറ്റുമെന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുണ്ട്. അതേസമയം US കരാറിലെ വ്യവസ്ഥകൾ അത് റദ്ദാക്കണമെന്നും ഇന്ത്യ പുതിയ കരാറിന് ശ്രമിക്കണമെന്നും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ ജെഫ്രി സാക്സ് അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. സത്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി വിധി പുറത്തു വന്ന സമയം ഇന്ത്യക്ക് നിർണായകമാണ്.
പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ കരാറിലെ വ്യവസ്ഥകൾ മാറ്റാൻ തയ്യാറാകേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോഴത്തെ ധാരണകൾ ഉപേക്ഷിക്കേണ്ടതാണ്. അത് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ തീരുവ ചുമത്തുവാനോ ഒന്നും ട്രംപിന് സത്യത്തിൽ ഒരു അധികാരവുമില്ല. അതെല്ലാം നിയമവിരുദ്ധവും ഭരണഘടനയുടെ ലംഘനവുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വ്യാപാര കരാറിലെ തുടർ ചർച്ചകൾ ഇന്ത്യ തൽക്കാലം നിർത്തിവെക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. കാര്യങ്ങൾ കൂടുതൽ പഠിച്ച ശേഷം മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. കാരണം സുപ്രീം കോടതി വിധിയെ മറികടക്കുവാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുമെന്നുള്ളതാണ്. അത് എന്തായാലും കോടതിയെ മറികടന്ന് ട്രംപിന് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. ട്രംപിന്റെ ഈ തീരുമാനങ്ങൾ മണ്ടൻ തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ ഒരു വിഡ്ഢിയുടെ തീരുമാനങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓരോ രാജ്യങ്ങൾക്കും പല രീതിയിലുള്ള തീരുവയാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ഇതനുസരിച്ചിട്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് തീരുവ ഉണ്ടായിരുന്നത് ഇന്ത്യക്കാണ്. അങ്ങനെ വന്നാൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി, ആ കയറ്റുമതിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽക്കൈ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ നിലവിൽ എല്ലാ രാജ്യങ്ങൾക്കും 15% ഇപ്പോഴത്തെ നികുതി. ഇതോടെ ഇന്ത്യയുടെ മേൽക്കൈ നഷ്ടമാവുകയാണ്. തീരുവ 50% നിന്ന് 18 കുറയ്ക്കുവാൻ ഇന്ത്യ US പല ഇളവുകളും നൽകിയിരുന്നു. കാർഷിക ക്ഷീരമേഖലകളിലേക്കുള്ള US ഉൽപ്പന്നങ്ങളുടെ പ്രവേശനം അടക്കം രാജ്യത്ത് വലിയ വിവാദമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. പുതിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കാരണം ഇത്രത്തോളം അവർക്ക് പലതരത്തിലും ഇളവുകൾ ഇന്ത്യ നൽകിയിട്ട് പോലും ഇന്ത്യക്കെതിരെ സ്വീകരിക്കുന്ന ഈ കുൽസിത പ്രവൃത്തിയിൽ ഇന്ത്യ കടുത്ത നിരാശയിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് തീരുമാനമായിരിക്കും ഇനി കേന്ദ്ര സർക്കാർ കൈക്കൊള്ളാൻ പോകുന്നത് എന്നുള്ളത് രാജ്യം ഉറ്റുനോക്കുന്നതാണ്. അധികാരത്തിലേറിയതിന് പിന്നാലെ ട്രംപ് ഈ അധിക നികുതി അടിച്ചേൽപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. അത് കടുത്ത പ്രതിസന്ധിയാണ് സത്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രംപിന്റെ ഇത്തരത്തിലുള്ള ബുദ്ധിയില്ലായ്മയിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രാജ്യത്തിന്റെ കരുത്ത് കൂടിയാണ്, സാമ്പത്തിക ചോർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിന് ഇഷ്ടപ്പെടാത്ത രാജ്യത്തിന് ഈ ചുങ്കം ഉയർത്തിക്കൊണ്ടിരിക്കും, ഇഷ്ടപ്പെട്ട രാജ്യത്തിന് കുറച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തിൽ അനുകൂലമായിട്ടുള്ളൊരു വ്യാപാര കരാർ ഉണ്ടാക്കിയെടുക്കുവാൻ ഇയാൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചുങ്കം താഴ്ത്തുന്നു, ചുങ്കം കുറയ്ക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ മേൽ ചുമത്തപ്പെട്ടത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 50%. ഈ 50% ഇന്ത്യൻ വിപണിയെ ഉലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഒരു ഉൽപ്പന്നം പോലും ഈ പറയുന്ന പോലെ ഇവിടെ നിന്ന് നമുക്ക് ഒരു ഉൽപ്പന്നം പോലും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതിന്റെ പേരിൽ മോദിയും ട്രംപും തമ്മിൽ ഒരു അകൽച്ച തന്നെ ഉണ്ടായി. ഇന്ത്യ മറ്റു വഴികൾ തേടി തുടങ്ങി. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഒടുവിൽ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന റഷ്യയുമായി അടുക്കുന്നു, റഷ്യയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നു. അപ്പോൾ ഇന്ത്യയെ പിണക്കണ്ട എന്ന് തീരുമാനിച്ച ട്രംപ് അവസാനം ഇറങ്ങി പുറപ്പെടുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര ചർച്ച നടത്തുന്നു. അങ്ങനെ ബ്രിട്ടനെ പോലെ ചില രാജ്യങ്ങൾ ഒഴിച്ചാൽ ഏറ്റവും മികച്ച ഓഫർ ഇന്ത്യക്ക് വയ്ക്കുന്നു, 18%. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് അയക്കുന്ന സാധനങ്ങൾക്കെല്ലാം 18% ടാക്സ് എന്നർത്ഥം. അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിമാരായിട്ടുള്ള ബംഗ്ലാദേശിനും പാകിസ്ഥാനും പോലും 19% തീരുവ ഉള്ളപ്പോഴാണ് ഇന്ത്യക്ക് 18%. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗാർമെന്റ്സ് അടക്കം, സമുദ്രോൽപ്പന്നം അടക്കം അവയൊക്കെ നിർണായകമായിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ബംഗ്ലാദേശും വിയറ്റ്നാമും ഒക്കെ അവർക്കൊക്കെ ഉള്ളതിനേക്കാൾ താഴ്ന്ന നികുതി ഇന്ത്യക്ക് ഏർപ്പെടുത്തിയത് ചരിത്രപരമായിട്ടുള്ള നേട്ടമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ വിപണി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന എപ്പോഴാണ്? ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ശക്തിപ്പെടുമെന്ന് ഉറപ്പാകുമ്പോഴാണ്. എന്നാൽ അങ്ങനെ ഒരു ധാരണയിലെത്താൻ ഇന്ത്യക്ക് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ വില കുറഞ്ഞ ശുദ്ധമായിട്ടുള്ള പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലും നൽകിയിരുന്ന റഷ്യയിൽ നിന്നും അത് വാങ്ങുന്നത് നിർത്തിവെക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പകരം അമേരിക്കയിൽ നിന്ന് വില കൂടിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇന്ത്യ അതിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതി വിധി ട്രംപിന് തിരിച്ചടിയായതോടുകൂടിയാണ് സാഹചര്യം ആകെ മാറിയിരിക്കുന്നത്. 1974 മറ്റൊരു നിയമം അതനുസരിച്ചിട്ട് 15% വരെ നികുതി ഏർപ്പെടുത്തുവാൻ തനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ രാജ്യങ്ങൾക്കും ട്രംപ് 15% ബേസ് റേറ്റ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇവിടെയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയിൽ വഴിത്തിരിവുണ്ടാകുന്നത്. നമ്മൾ 18% ടാക്സ് നൽകാമെന്ന് എഗ്രി ചെയ്യുകയും ചെയ്തു. ആ എഗ്രിമെന്റ് പുറത്താണ് നമ്മൾ ഇളവുകൾ കൊടുത്തത്. അപ്പോൾ ഇനി അതിന് പ്രസക്തി ഉണ്ടാകുന്ന കാര്യമല്ല, കാരണം ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ. കാരണം 18% എന്ന എഗ്രിമെന്റ് നിലനിൽക്കില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി വിധിയിലൂടെ വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ ഇതോടെ കരാറിൽ മാറ്റം വരുത്താൻ നിർബന്ധിതരാകുകയാണ് നമ്മൾ. മാത്രമല്ല US അതിലേക്ക് എത്തപ്പെടണം, കാരണം കോടതി വിധിയാണ്. അങ്ങനെ കോടതി വിധി പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ രീതിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മോദി കട്ടക്കലിപ്പിലെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ട്രംപിന് അടി ഉറപ്പിക്കുകയാണ് ഇതിലൂടെ. കാരണം തിരിച്ചടി വളരെ കൃത്യമായിട്ട് നൽകുവാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ള സൂചനകൾ നൽകി കഴിഞ്ഞു. കാരണം ട്രംപിനെ വരച്ച വരയിൽ നിർത്തി മോദി പലവട്ടം അത്തരത്തിലുള്ള കണക്കുകൾ തീർത്തിട്ടുണ്ട്. ഇന്ത്യക്ക് അത്തരത്തിൽ കണക്കുകൾ തീർക്കുവാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഈ മണ്ടൻ തീരുമാനങ്ങൾ കൊണ്ടുവന്ന അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന വ്യാപാര കരാറുകൾ പക്ഷേ പലപ്പോഴും അത് ഇന്ത്യക്ക് അനുകൂലമാകുന്നില്ല എന്നുള്ളത്. അതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് ഈ എണ്ണ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റഷ്യയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന എണ്ണ വ്യാപാരം നിർത്തിവെച്ചത് തന്നെ മോദിയുടെയും ഒരു കഴിവുകേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.